മുടി വെട്ടിയിട്ട് ആദ്യമായിട്ടിടുന്ന ഒരു ട്രഡീഷണൽ വെയർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഭക്തി ആയാലോ? ഇന്നത്തെ വ്ളോഗ് ഒരു നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഒരു ഭക്തിസാന്ദ്രമായ യാത്രയുടെ കഥയാണ്. പക്ഷെ ഈ യാത്രയിൽ ഞാനില്ല. ഔട്ട് 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 ഞാനും സെൻസായും കൂടെ നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. ഇന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ച അമ്പലത്തിൽ പോന്നേ. ഇന്ന് രാത്രി ഇവിടുന്ന് ബസ് കയറിയിട്ട് നാളെ പൊലിച്ച അടുത്തും എന്നിട്ട് അവിടുന്ന് തൊഴുത് വേഗം തന്നെ പോരും. എനിക്ക് യാത്ര ചെയ്തൂടെ, ഇഞ്ചുറി അല്ലേ, റെസ്റ്റ് എടുക്കുന്ന. അപ്പം ഇപ്പൊ ഞാൻ നിവേദിന്റെ വീട്ടിലല്ലേ. കാരണം എന്താ, കുപ്പായം എടുക്കാൻ. അതെ, അങ്ങനെയാണ്. അപ്പം ഒരു 3-4 കുപ്പായുണ്ട്. ഇവിടെ നിവേദിന്റെ ഏച്ചിയുണ്ട്. ഓടിക്കളഞ്ഞായ എന്റെ സ്വന്തം കൈവറിക്കും. ഏച്ചി ഓടിക്കളഞ്ഞു. ഏച്ചിനോട് സെലക്ഷൻ ചെയ്യാൻ ആള് പറഞ്ഞേ. ഇൻട്രോവേർട്ടായ ഞങ്ങളുടെ സ്വന്തം ചേച്ചി ഓടിക്കളഞ്ഞു. അപ്പൊ അങ്ങനെ ഓള് കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ആക്കി തരും. എനിക്ക് ഫൈനൽ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. കാണിക്കാം. പങ്കൻ പിങ്കിയാവാൻ പോകുന്നു. എങ്ങനെയുണ്ട്? ഞാൻ മുടി വെട്ടിയിട്ട് ആദ്യമായിട്ടിടുന്ന ഒരു ട്രഡീഷണൽ വെയർ. കണ്ടറിയാം. അങ്ങനെ പറഞ്ഞത് സമാധാനിക്കാം. അപ്പൊ ഗൈസ്, ഞാൻ വേഗം വരുന്നേ. കല്യാണ പെണ്ണ് മാല മതി. നമുക്ക് ഈ മാലയിൽ ഫിക്സ് ആക്കാം. സിമ്പിൾ, വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ. ഗെറ്റ് റെഡി വിത്ത് മീ. ഗെറ്റ് റെഡി വിത്ത് സ്വാതി കൃഷ്ണരാജ്. യെസ്, നമ്മൾ ഇത് ഫിക്സ് ആക്കിയിരിക്കുന്നു. ഇതും ഈ മാലയിടും. യെസ്, സിമ്പിൾ. സ്വാതിജി കാത് കുത്താത്തോണ്ട് കമ്മൽ അവോയ്ഡ് ചെയ്തിരിക്കുന്നു. യെസ്, ഇല്ലെങ്കിൽ കമ്മലൊക്കെ സെറ്റ് ആക്കി സൂപ്പർ ആക്കിയാണ്. അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻ നോക്കൂ. ചേച്ചി ബിഹൈൻഡ് ദ സീൻ കാണിക്കൂ. കണ്ടോ, ദിസ് ഇസ് ഗേൾസ് അപരാധ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ കാണുന്നു, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ട ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് അല്ലേ. പിന്നെ സ്വാതിന്റെ ഡ്രസ്സ് ഏത് കോസ്റ്റ്യൂം ഒക്കെ ഇഷ്ടമായെന്നുള്ള കൂടെ നിങ്ങൾ കമന്റ് പറയൂ. നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഇനി പറഞ്ഞില്ല, ഞാൻ ഉറപ്പിച്ചു. ഞാൻ നാളെ പോകുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാന്ന് പറഞ്ഞേ. അതൊന്ന് കമന്റ് ഒന്നിത് പിന്നെ ഇതുണ്ട്, പിന്നെ ഒരു കറുപ്പുണ്ട്, പിന്നെ ഇതുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഹെവിയാ. ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ മരിക്കും. ഇത് കുറച്ച് ഹെവി സാധനങ്ങളാണ്. പിന്നെ പിന്നെ നല്ല ടോപ്പുണ്ട്. ഇതുണ്ട്. ഇത് സൂപ്പറാ. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടെ. ഇതുമുണ്ട്. പിന്നെ നിങ്ങൾ അടുത്ത കാണിച്ചാൽ നിങ്ങൾ നാഗവല്ലി. എവിടെ ഒന്നും മിസ്സിംഗ് ആണല്ലോ. മാടമ്പള്ളിയിലെ ആ മനോരോഗി ഞാനാണ് സണ്ണി. കടകളിൽ നിന്ന് കടകളിലേക്ക് ചെരുപ്പ് വാങ്ങാൻ ഒന്നും കാണുന്നില്ല. ഇരുടാ. യെസ്, ഫുൾ ഓഫ് ഇരുട്. രാത്രിയായി ഇരുടാണ്. വേറെ എത്രയുണ്ട്. ഓക്കെ, ബൈ, ടാറ്റാ. നമ്മൾ ഷീ ഫുഡ് എന്നാണ് ട്രക്കും. ഖന ഇപ്പം വരും. എഗ് ഫ്രൈഡ് റൈസ് ലൈവ് അടിക്കുന്നതാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ? കേൾക്കുന്നുണ്ടാവില്ലേ? വോയിസ് തരാം ഞാൻ. നമ്മുടെ സാധനം എത്തി. എന്തല്ലോ
ഞാനൊന്നും കഴിക്കൂല, ഇഷ്ടമല്ല ഇതൊന്നും. ഫിനിഷ്. ബസ്സിൽ കയറി ഗൈസ്, ബസ്സിൽ കയറി. ഇതിങ്ങനെ ആക്കുന്നതല്ലേ, ഇങ്ങനെ ആക്കുക. സൈഡിൽ എന്തോ ഞെക്കുന്നുണ്ട്. നമുക്ക് ബാക്കോട്ട് പോകാം. അങ്ങോട്ട് ഇങ്ങോട്ട്. മുന്നോട്ടാക്കി, ഇത് മുന്നോട്ടാവുന്നില്ല. കുഴപ്പമില്ല ഗൈസ്, അപ്പടങ്ങ് പോയി. നാളെ രാവിലെ. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടാണല്ലേ. പിന്നെ ഇപ്പോൾ ഫ്രഷപ്പ് ആവാനുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പം നമ്മൾ റെഡിയായി. കുറച്ച് ഓവറായോ എന്നൊരു സംശയം. അല്ലേ ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുമെന്നല്ലേ? ശ്രദ്ധിക്കുമോ? എനിക്കില്ലേ ശരിക്കും ഭയങ്കര ട്രഡീഷണൽ പൊതുവെ ഇടുന്നതാണേ. മുടി വെട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുറവ് പോലെ, കുറവ് എന്നല്ല ഇപ്പം എന്താ പറയുക, നമ്മളുടെ ഇൻട്രോവെട്ട് ഷൈ, ഞാൻ അതായ പോലെയാണ്. ആദ്യം ഞാൻ കണ്ണനിലൊക്കെ പഠിച്ചത് ഇതാരായിരുന്നു. പിന്നെ പൊട്ടക്കൂത്തിപ്പാ ഓക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിലായി. അപ്പോൾ അല്ലേ ഒപ്പിക്കാം. അച്ചുവച്ചിൻ്റെ മാല, സാനീൻ്റെ ടോപ്പാന്ന് തോന്നി. എൻ്റെ പാവാട, ഇത് ഞാൻ പാവാടേൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പാവാട ഞാൻ എൻ്റെ +2ൻ്റെ ഫെയർവെല്ലിന് അല്ല ഓണത്തിന് ഞാൻ അമ്മേനെ കൊണ്ട് കരഞ്ഞ് പറഞ്ഞ് അടുപ്പിച്ചൊരു പാവാട ചെയ്ത്. ഇപ്പോൾ +2 എത്രയായി? 6 കൊല്ലം. ചെറുത്. പിന്നെ ചെരുപ്പ് കണ്ടില്ലല്ലോ? ആണോ? ചെരുപ്പ് പുതിയ വാങ്ങിയ ചെരുപ്പ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ റെഡി ആയിട്ടാളേ. ഇപ്പോൾ സെൻസൈ വരും. സെൻസൈ മുണ്ട കൊടുത്തിട്ടാ. ശരി, നമ്മൾ ബാഗ് ഇവിടെ കൂടെ ഏൽപ്പിക്കാൻ പോകുന്ന, ഫോണൊക്കെ ഇവിടെ ഏൽപ്പിക്കണം. ഒന്നും ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. തിരിച്ച് വന്നിരുമ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിൽ പോയിട്ട് വരും. അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളേ. ഓരോരുത്തരിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം തിരിച്ചൊന്നുകൂടെ അമ്പലത്തിൽ പോകണം, ഭക്ഷണം കഴിക്കണം, പിന്നെ കുറച്ച് പരിപാടിയൊക്കെ. ഇനി നമുക്ക് ഫോണൊക്കെ എടുത്ത് കുറച്ച് ഉള്ളില്ലാണ്ട് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തന്നെ ഭയങ്കര സൗണ്ടില്ല, പുറത്തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോസ് എടുക്കാം. അത് പറഞ്ഞ പോലെ പങ്കൻ പിങ്കി ആയ പോലെ പിങ്കിനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാം. അയ്യോ എന്നാൽ അടിപൊളിയാണ്. അത് പറഞ്ഞപ്പാ ശരിക്കും ഞങ്ങൾക്ക് തീരെ, അതായത് സമയമെടുത്തിന് 3 സംതിങ് ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ. അപ്പോൾ 3 സംതിങ് ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 6:15 ഉണ്ടാവും. നമുക്ക് കുറച്ച് നേരത്തെ കഴിഞ്ഞ് 5 സംതിങ് ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ചൊരു ആടെ ഇരുന്ന്, പിന്നെ നല്ല മഴ പെയ്ത് അങ്ങനെ ആടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ നല്ല ഫ്രഷായ പോലെ ഫീല് അല്ലേ? എന്നെ കണ്ടാൽ തന്നെ തോന്നില്ലത് ഫ്രഷായ പോലെ. അപ്പോൾ ഇനിയിപ്പം തിരിച്ച് ഒന്നുകൂടെ അമ്പലത്തിലേക്ക് പോകണം. എന്നിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മളെ എല്ലാം കഴിഞ്ഞ് തിരിച്ചിനി പഴയ കോലത്തിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറ്റണം. 12 മണിക്കെങ്ങാനാ ട്രെയിന് തൃശ്ശൂരിൽ നിന്ന്.
അതിന് കാരണം വീട്ടിലേക്ക് പോകണം. അപ്പം എന്നാൽ ഡ്രസ്സ് മാറിയിട്ട് വരാം. കഴിഞ്ഞു പോയി ഗൈസ്. നെയ് റോസ്റ്റും ചായ 2 വട, സാമ്പാർ കൂട്ടിയില്ല, ചട്നി സൂപ്പർ. സംഭവം കഴിഞ്ഞു പോയി. എല്ലാ സമയം അങ്ങനെ മറന്നു പോകുന്ന. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോട്ടയായിരുന്നു. അത് നാടുവാഴിയുടെ വീടായിരുന്നു. അത് ഗുരുവായൂർ ദേവസ്ഥത്തിന് കൊടുത്ത് കിട്ടിയപ്പോൾ ഒരു ആനനെ കൊണ്ടേ കിട്ടിയപ്പോൾ എന്തായി, ആ കോട്ട ആനയുടെ കോട്ടയല്ലേ. ബാഗ് നമ്മൾ സെൻസേക്ക് കൈമാറി. ആനക്കോട്ട. ഓട്ടോക്കാരൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഓട്ടോ ചേട്ടൻ കഥയൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. നമ്മളോട് ആദ്യം ഒരുത്തർ പറഞ്ഞേ 60 ഉറുപ്പ്യ ആവുള്ളൂ. ഇവർ നമ്മളോട് 80 ഉറുപ്പ്യ പറഞ്ഞു. എന്തായാലേ ഞാൻ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാരല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ പുറത്തുനിന്ന് വിളിച്ചു. അപ്പോൾ പറയാം അങ്ങനെ വെച്ചാൽ നമുക്ക് ഓൽക്ക് പറ്റിക്കാമല്ലോ എന്ന്. എന്തായാലേ ഒന്നും പറയണ്ട. ഇനി ആകെ അരമണിക്കൂർ കൊണ്ട് ഇവിടെ കണ്ടിട്ട് വേഗം ഇറങ്ങണം. ട്രെയിൻ ഉണ്ട്, അല്ലെ ട്രെയിൻ കിട്ടൂല. ഫുൾ ഓഫ് ആനകൾ, വലിയ ആനകൾ, ചെറിയ ആനകൾ. ഇവിടെ അത് വേറൊരു ആന, അങ്ങൊരു ആന. കർക്കിടക മാസത്തിൽ ആനേൻ്റെ സുഖചികിത്സ അല്ലേ. അതാണ്ട് ഇവിടെ കുറേ ആനകളുണ്ട്. 10-40 ആനകളുണ്ട്. ഓ ഇതമ്മേ അറിയാണ്ട് നമ്മളില്ലേ ഈ ആനപ്പെണ്ട കടന്നു വെച്ചാൽ മുടി നല്ലോണം വളരുന്നു. നിങ്ങളറിയോ രഹസ്യം? ഞാൻ കടന്നു വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ ആ മുടി നല്ലോണം വളരും. ഫുൾ ഓഫ് ആനകൾ. അതായത് ഒരു പശുവിൻ്റെ ഫാമിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയ പശുത്തൊഴുത്ത് പോയ പശുവിനെ കെട്ടിയ പോലെയാ ഇവിടെ ആർക്കും. നോക്കുന്നിടത്തിലൊക്കെ ആന കുളിക്കുന്നു, ആന നിൽക്കുന്നു, അതാ ആന തലകുലുക്കുന്നു. ഡാൻസ് കളിക്കുന്ന ആനക്കുട്ടി. അയ്യ ഓഹോ ഓഹോ. ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്താം. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടൈമിങ്. എൻ്റെ ഇത്രയൊരു ജീവിതകാലത്തിൽ ആദ്യമായി ഇത്രയും പഞ്ചലായ ഒരു ട്രെയിൻ ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സായി. 12:02-3 ഇവിടെ എത്തേണ്ട ട്രെയിന് 11:55 സ്റ്റേഷനിലെത്തി. ഏത് പഞ്ച്വാലിറ്റി! അതാ ഇത്രയും പഞ്ചലായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ട്രെയിൻ മിസ്സായിപ്പോയി. ഒന്നും ചെയ്യാനില്ല, അടുത്ത ട്രെയിന് കാത്തുത്തിരിക്കുക. ആ പൈസ പോയി. ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിപ്പോൾ 12:30 ആകുമ്പോഴേക്ക് എത്തും. ഏതാ ബ്ലോക്ക് ഒന്നും പറയണ്ട. ഞാൻ നല്ല ഓർക്കെന്ന് വെച്ചാൽ എന്നെ തട്ടി വിളിച്ചിട്ട് എണീക്കുന്ന പറഞ്ഞു. ഞാൻ വെച്ച് എത്തിയെന്ന് വെച്ച് എത്തിയിട്ട് ഓട്ടോൻ്റെ അടുത്തേക്ക് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോൻ്റെ അടുത്തേക്ക് പോയി. ഓട്ടോൻ്റെ അടുത്തപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞാൽ ബ്ലോക്കാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചാൾ ബസ്സിൻ്റെ വയ്യ ഓടി. ബ്ലോക്കാണ്ട് പിന്നെ ബസ് മെല്ലേന് പോയിക്കൊള്ളൂ. അവിടെ ഓടി ബസ് കയറി. സ്റ്റേഷനിലാണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഓരോരുത്തർ ഞാൻ നോക്കുക. ഞാൻ ഇൻട്രോവേർട്ടാ. അയ്യോ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ട്രെയിനിന് വേണ്ടി കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കാണാം. അപ്പോൾ ഈ പായസം കുടിക്കാം. ഇന്ന് ഷുഗർ കട്ടില്ല. ഇന്ന് പായസം കുടിക്കാം. സെൻസി സമ്മതം തന്നു. രണ്ട് പായസം കുടിക്കാം. ചിയേഴ്സ്. നിതീഷ് ചേട്ടാ, ഇത് നിതീഷ് ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യും. അവൻ നിതീഷ് ചേട്ടാ സൂപ്പർ. കട്ടിലോ അങ്ങനെ ഗായ്സ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു വീട്ടിൽ. ബസ്സിൽ നമ്മൾ ട്രെയിനിൽ കയറി കുറെ ഉറങ്ങി. അതിനിടയ്ക്ക് നമ്മളൊരു ഫോളോവറിനെ കണ്ട്. ഒരു ഫോളോവറിനെ ട്രെയിനിൽ കണ്ട് നമ്മള് എൻ്റെ കൂടെ ഒരു ചോട്ട, ഞാനിങ്ങനെ ഇരിക്കുന്നേനെ. അപ്പോൾ ഒരു ചോട്ട ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി എന്നെ ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നേ. അപ്പൊ ചെക്കൻ ചോദിക്കുന്നേ യൂട്യൂബർ അല്ലേ.
ഞാൻ പറഞ്ഞു അതേപോലെ പിന്നെ മലപ്പുറമുള്ള 2 ചെറിയ മക്കൾ വന്നു ചോദിച്ചിക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ എന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ പായസം വാങ്ങി നിൽക്കുമ്പോൾ പിന്നെ 2 മക്കൾ വന്നു ചോദിച്ചിക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ നല്ല മഴയെ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കേൾക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? കേൾക്കുന്നുള്ള പ്രതീക്ഷയിൽ ബാക്കി ഞാൻ പറയാം. പിന്നെ തിരിച്ചിങ്ങോട്ട് ട്രെയിന് കയറി ഇവിടെ എത്തി. പിന്നെ ഇങ്ങോട്ട് വന്ന് കുളിച്ചു. പായസം കൊടുക്കാൻ നിവേദിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. അപ്പോൾ നമ്മളെ ഒരു ദിവസത്തെ ഗുരുവായൂർ യാത്ര കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.